ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റായ ഓഫ് മെനി ഹ്യൂസ് എന്നതിലെ സെക്കൻഡ് ചാപ്റ്ററാണ് കേട്ടോ എടുക്കുന്നത്. ദ കളേഴ്സ് ഓഫ് എർത്ത് എന്നുള്ള സാറാ പീട്ടിലിൻ്റെ ഒരു പോമാണ് എടുക്കുന്നത്. അതും അതിലെ തുടർന്നുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ചെയ്ത് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇമാജിൻ എ വേൾഡ് ഇൻ ജസ്റ്റ് വൺ കളർ, ക്വൈറ്റ് ബോറിംഗ് ഇസ്ന്റ് ഇറ്റ്? ഈ ലോകം മുഴുവൻ ഒരൊറ്റ കളറിലാണെന്ന് ചിന്തിച്ച് നോക്കൂ മക്കളെ, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ശരിക്കും അത് ഭയങ്കര ബോറിംഗ് ആണ് അല്ലേ? ലക്കിലി അവർ വേൾഡ് ഈസ് ഫിൽഡ് വിത്ത് എ റിച്ച് വെറൈറ്റി ഓഫ് കളേഴ്സ് ആൻഡ് കൾച്ചേഴ്സ്. ഭാഗ്യവശാൽ നമ്മുടെ ലോകം എങ്ങനെയാണ്? ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളേഴ്സും അതുപോലെ വെറൈറ്റീസ് ഓഫ് കൾച്ചേഴ്സും സംസ്കാരങ്ങളും ഒക്കെ നിറഞ്ഞതാണ് നമ്മളുടെ വേൾഡ്. ഹിയർ ഈസ് എ സോങ് ദാറ്റ് സെലിബ്രേറ്റ്സ് ദ വെറൈറ്റി. നമുക്ക് പഠിക്കാനുള്ള പോയം എങ്ങനെയാണ്? വെറൈറ്റീസിൻ്റെ ലോകം സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ പോയത്തിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പോയം നോക്കാം. ദ കളേഴ്സ് ഓഫ് എർത്ത്. എർത്ത് എന്ന് വെച്ചാൽ ഭൂമി, ഭൂമിയുടെ നിറങ്ങൾ. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് ദ എർത്ത്. ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്, ഈച്ച് കളർ ഈസ് ട്രൂ. വി ആർ മെയ്ഡ് ഓഫ് കളേഴ്സ് ഓഫ് എർത്ത്. I love the colors that made you. When I look in the eyes of my friends, I can see topaz, I can see sky, the green and the grey of the sea rolling by, and the dazzling brown river in the morning. When I look at the hands of my friends, I can see chestnut, I can see corn, the color of wheat and a dappled brown fawn, and the sun-kissed black trees in the morning. Tell me the names of the colors of earth, the purple of eggplant, the orange of peach, the green and the black of the stones on the beach, and the sun on the mountain in the morning. എന്താ മക്കളെ, നമുക്ക് ഓരോരോ സ്റ്റാൻസുകളായിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസ് നോക്കിക്കേ. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. നമ്മളെങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയാണ് പടച്ചിട്ടുള്ളത്? ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്, ഭൂമിയുടെ നിറങ്ങൾ കൊണ്ടാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്, ഈച്ച് കളർ ഈസ് ട്രൂ. ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്, എല്ലാ നിറങ്ങളും എന്താണ്? വ്യത്യസ്തമാണ്, ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഈച്ച് കളർ ഈസ് ട്രൂ, എല്ലാ നിറങ്ങളും എന്താണ്? സത്യവുമാണ്. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്, നമ്മളെ ഭൂമിയുടെ വ്യത്യസ്തമായ നിറങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു, നിന്നെ ഉണ്ടാക്കിയ നിറവും എനിക്ക് ഇഷ്ടമാണ്. അതായത് ഓരോരുത്തരെ ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോരുത്തരുടെ സ്കിൻ കളറും എല്ലാതും, അതുപോലെ ഹെയറിൻ്റെ കളർ, ഐയുടെ കളർ എല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലേ? അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു, നിന്നെ സൃഷ്ടിച്ചിട്ടുള്ള നിറവും എനിക്ക് ഇഷ്ടമാണ്. സെക്കൻഡ് സ്റ്റാൻസ് നോക്കൂ. വെൻ ഐ ലുക്ക് ഇൻ ദ ഐസ് ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ ആളുകളെയും സുഹൃത്തുക്കളായി കണ്ടുകൊണ്ട് പറയുകയാണ്. എൻ്റെ സുഹൃത്തിൻ്റെ കണ്ണിലേക്ക് ഞാൻ നോക്കുമ്പോൾ എന്താണ്? ഐ ക്യാൻ സീ ടോപ്പാസ്, എനിക്ക് എന്ത് കാണാൻ കഴിയുന്നു? ടോപ്പാസ് കാണാൻ കഴിയുന്നു. അതായത് ടോപ്പസ് എന്ന് പറഞ്ഞാൽ പുഷ്യരാഗം, നമ്മുടെ നവരത്ന കല്ലുകളിൽ ഒന്നാണ് ഈ ടോപ്പസ് എന്ന് പറയുന്നത്. അതൊരു ഗോൾഡൻ കളറായിട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ചിലരുടെ കണ്ണുകൾ ഗോൾഡൻ കളറായിരിക്കും അല്ലേ? ആൻഡ് ഐ ക്യാൻ സീ സ്കൈ, എനിക്ക് ആകാശം കാണാൻ കഴിയുന്നു. സ്കൈയുടെ നിറം എന്താ മക്കളെ? ബ്ലൂ ആണല്ലേ? അപ്പോൾ ചിലരുടെ കണ്ണുകൾ ബ്ലൂയിഷ് കളറായിരിക്കും അല്ലേ? നീല നിറത്തിലുള്ള കൃഷ്ണമണിയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെ എനിക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിങ്, പിന്നെ എങ്ങനെയാണ്? ഇങ്ങനെ റോൾ ചെയ്ത് പോകുന്ന കടൽ പോലെയുള്ള അലതല്ലി പോകുന്ന കടലിൻ്റെ നിറമുള്ള പച്ച കണ്ണുകളും എനിക്ക് കാണാം, കൃഷ്ണമണികൾ. അതുപോലെ ഗ്രേ കളറും എനിക്ക് കാണാനാവുന്നുണ്ട്. ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്, അതുപോലെ രാവിലെ ഒഴുകുന്ന, ഡാസ്ലിംഗ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? മിന്നിത്തിളങ്ങുന്ന എന്നൊക്കെയാണ് അർത്ഥം. അതുപോലെ മിന്നിത്തിളങ്ങുന്ന പുഴകളുടെ നിറമായ ബ്രൗൺ നിറവും എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പലരുടെയും കണ്ണുകൾക്ക് പല നിറമാണുള്ളത്. ടോപ്പാസിൻ്റെ നിറമുണ്ട്, ആകാശത്തിൻ്റെ ബ്ലൂ കളറുണ്ട്, പിന്നെ ഗ്രീൻ ഉണ്ട്, ഗ്രേ ഉണ്ട്, ബ്രൗൺ ഉണ്ട്. ഇതെല്ലാം എന്താണ്? വെറൈറ്റിയെ സൂചിപ്പിക്കുകയാണ്, വ്യത്യസ്തതയെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. ഇനി തേർഡ് സ്റ്റാൻസ് നോക്കൂ. വെൻ ഐ ലുക്ക് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് മൈ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കൈകളിലേക്ക് നോക്കുമ്പോൾ
ഐ ക്യാൻ സീ ചെസ്നട്ട്, ഐ ക്യാൻ സീ കോൺ. എന്താ കാണാൻ പറ്റുന്നത്? ഐ ക്യാൻ സീ ചെസ്നട്ട്. ചെസ്നട്ട് എന്ന് പറയുന്നത് ഒരു തരം കായയാണ് കേട്ടോ, ബ്രൗൺ കളറായിട്ടുള്ള ഒരു കായയാണ്. അപ്പോൾ ആ കായയുടെ കളറുള്ള, ചെസ്നട്ടിന്റെ കളറുള്ള ഹാൻഡ്സ്, അതായത് ബ്രൗൺ കളറുള്ള ഹാൻഡ്സ് കാണാം. ഐ ക്യാൻ സീ കോൺ. കോണിന്റെ നിറം എന്താ മക്കളെ? ചോളത്തിന്റെ നിറം എന്താ? ഒരു ഗോൾഡൻ കളറാണ് അല്ലേ? നല്ല ബ്രൗൺ അല്ല, ഒരു യെല്ലോ ഗോൾഡൻ യെല്ലോയിഷ് കളറാണ്. ആ നിറവും എനിക്ക് കാണാനാവുന്നുണ്ട്. ദ കളർ ഓഫ് വീറ്റിന്റെ നിറം, അതായത് ഗോതമ്പിന്റെ കളർ കാണാനാവുന്നുണ്ട്. ആൻഡ് ഡാപ്പിൾഡ് ബ്രൗൺ ഫോൺ. ഡാപ്പിൾഡ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? ഇങ്ങനെ കുത്തുകളുള്ള ബ്രൗൺ ഫോൺ. ഫോൺ എന്ന് വെച്ചാൽ മാൻകുട്ടി അല്ലെങ്കിൽ പന്നിക്കുട്ടി എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. അപ്പൊ ഡാപ്പിൾഡ് ബ്രൗൺ ഫോൺ എന്ന് വെച്ചാൽ ചിലരുടെ സ്കിന്നിൽ ഇതുപോലെ ഇങ്ങനെ പാണ്ടുകൾ ഉണ്ടായിരിക്കും അല്ലെ, ബ്രൗണ് അല്ലെങ്കിൽ വെള്ള നിറത്തിലൊക്കെ ഇങ്ങനെ കുത്തുകുത്തുകളായിട്ട് ഡാപ്പിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സ്കിന്നുള്ളവരും ഉണ്ട്. ആൻഡ് സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ് ഇൻ ദ മോർണിംഗ്. അത് മാത്രമല്ല, സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ് എന്താണ്? സൂര്യൻ മോർണിംഗിൽ സൂര്യൻ ഉമ്മ വയ്ക്കുന്ന കറുത്ത മരങ്ങളും കാണാം. അതായത് കറുത്ത സ്കിന്നുള്ള, ബ്ലാക്ക് സ്കിന്നുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ വെറൈറ്റി ഓഫ് സ്കിൻ കളറും ഉണ്ട്. നമ്മൾ നേരത്തെ വെറൈറ്റി ഓഫ് ഐ കളറാണ് പഠിച്ചത്. ഇപ്പോൾ വെറൈറ്റി ഓഫ് സ്കിൻ കളേഴ്സ് ഉള്ള ആളുകളും എനിക്ക് ചുറ്റുമുണ്ട് എന്നാണ് പോയിറ്റ് പറയുന്നത്. ഇനി അവസാനത്തെ സ്റ്റാൻസ് നോക്കൂ. ടെൽ മീ ദ നെയിംസ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. എന്നോട് ഭൂമിയിലുള്ള നിറങ്ങളുടെ പേരുകൾ പറയൂ. ദ പേർപ്പിൾ ഓഫ് എഗ് പ്ലാന്റ്. എഗ് പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രിഞ്ചൾ, വഴുതന ഉണ്ടല്ലോ, വഴുതനയുടെ പേർപ്പിൾ കളറ്. ദ ഓറഞ്ച് ഓഫ് പീച്ച്. പീച്ച് എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടാണ്. പീച്ചിന് ഓറഞ്ച് കളറാണുള്ളത്. ദ ഓറഞ്ച് ഓഫ് പീച്ച്. പീച്ചിന്റെ ഓറഞ്ച് കളർ. ദ ഗ്രീൻ ആൻഡ് ദ ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ് ഓൺ ദ ബീച്ച്. മാത്രമല്ല ബീച്ചിൽ കാണുന്ന കല്ലുകളുടെ നിറമായിട്ടുള്ള പച്ചയും കറുപ്പും. ആൻഡ് ദ സൺ ഓൺ ദ മൗണ്ടൻ ഇൻ ദ മോർണിംഗ്. അതുപോലെ പ്രഭാതത്തിൽ മൗണ്ടനിൽ കാണുന്ന സണ്ണിന്റെ നിറം, സൂര്യന്റെ നിറം. ഇതെല്ലാം എന്താണ്? വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ആണ് അല്ലേ? അപ്പോൾ പ്രകൃതിയിൽ എത്ര തന്നെ വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ഉണ്ടോ, കളറുകളുടെ വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളുണ്ടോ, അതുപോലെ തന്നെയാണ് ഹ്യൂമൻ ബീയിങ്സിലും, അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങളുണ്ട്. സ്കിൻ കളറാവാം, ഐന്റെ കളറാവാം, ഹെയർ കളറാവാം, എല്ലാം എന്താണ്? വ്യത്യസ്തമാണ്. അപ്പോൾ ഈ വ്യത്യസ്തകളുടെ ഭൂമി, വ്യത്യസ്തതകൾ നിറഞ്ഞ ഭൂമി എത്രത്തോളം സുന്ദരമാണോ അതുപോലെ തന്നെയാണ് വ്യത്യസ്തതകൾ നിറഞ്ഞ മനുഷ്യരും. അതുപോലെ തന്നെ വ്യത്യസ്തത ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ? ഈ ലോകം ഭംഗിയായിട്ടുള്ളൂ എന്നാണ് പോയിറ്റ് പറയുന്നത്. ഇനി നമുക്കിതിലെ വർക്ക്സ് നോക്കാം. ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട്, അത് നോക്കാം. ക്വസ്റ്റ്യൻ 1, ആദ്യം ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് താഴെ കുറച്ച് 6 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് ഓരോന്നായിട്ട് ആൻസർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് കളേഴ്സ് ആർ വി മെയ്ഡ് ഓഫ്? നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ത് നിറം കൊണ്ടാണ്? വി ആർ മെയ്ഡ് അപ്പ് ഓഫ് ദ കളേഴ്സ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങൾ കൊണ്ടാണ് നമ്മളെയും നിർമ്മിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 2, വാട്ട് കളേഴ്സ് ക്യാൻ ദ സ്പീക്കർ സീ ഇൻ ദ ഐസ് ഓഫ് ദെയർ ഫ്രണ്ട്സ്? സ്പീക്കറിന്, അതായത് പോയിറ്റിന്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ കണ്ണുകളിൽ എന്തൊക്കെ തരത്തിലുള്ള നിറങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്? The speaker in this poem can see the color of topaz, sky blue, green, grey and brown in her friend's eyes. എന്തൊക്കെയാണ്? ടോപ്പാസിന്റെ കളറ്, സ്കൈ ബ്ലൂ കളറ്, ഗ്രീൻ, ഗ്രേ, ബ്രൗൺ എന്നീ കളർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ 3, വാട്ട് നാച്ചുറൽ തിങ്സ് ഡസ് ദ സ്പീക്കർ മെൻഷൻ ഇൻ ദ സോങ്? ഈ കവിതയിലെ, ഈ സോങ്ങിൽ എന്തൊക്കെ നാച്ചുറൽ തിങ്സ്, പ്രകൃതിയുടെ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് പോയിട്ട് പറഞ്ഞിട്ടുണ്ട്? സ്കൈ, ആകാശത്തെ പറഞ്ഞിട്ടുണ്ട്. റോളിംഗ് സീ, കടലിനെ പറഞ്ഞിട്ടുണ്ട്. ഡാസ്ലിംഗ് റിവർ ഇൻ ദ മോർണിംഗ്, പ്രഭാതത്തിൽ മിന്നിത്തിളങ്ങുന്ന റിവറിനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൺ കിസ്ഡ് ട്രീസ്, മരങ്ങളെ സൂര്യൻ ഉമ്മ വയ്ക്കുന്ന മരങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻ ആൻഡ് ബ്ലാക്ക് സ്റ്റോൺസ് ഓൺ ബീച്ച്, ബീച്ചിൽ കാണുന്ന പച്ചയും ബ്ലാക്കും ഒക്കെ ആയിട്ടുള്ള സ്റ്റോൺസ്, കല്ലുകളെ പറയുന്നുണ്ട്. അതുപോലെ സൺ ഓൺ ദ മൗണ്ടൻ, മലമുകളിൽ കാണുന്ന സൂര്യനെ പറയുന്നുണ്ട് അല്ലേ? ഇതെല്ലാം നാച്ചുറൽ തിങ്സ് ആണ്. ഇതെല്ലാം ഈ പോയത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 4, വാട്ട് ഈസ് ദ സ്പീക്കർ ട്രൈങ് ടു കൺവേ അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് നേച്ചർ? മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള എന്ത് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് സ്പീക്കർ ഇതിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്? വി ഹ്യൂമൻസ് ആർ എ പാർട്ട് ഓഫ് നേച്ചർ ആൻഡ് എർത്ത്. നമ്മൾ മനുഷ്യർ ഭൂമിയുടെയും പ്രകൃതിയുടെയും ഒരു ഭാഗമാണ് അല്ലേ? വി ആർ മെയ്ഡ് അപ്പ് ഓഫ് ദ കളേഴ്സ് ഓഫ് ദ എർത്ത്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എർത്തിന്റെ കളർ കൊണ്ടാണ്, നിറങ്ങൾ കൊണ്ടാണ്. In this poem, the poet is celebrating the beauty and diversity of both human beings and natural world. അപ്പോൾ ഈ പോയത്തിലൂടെ കവി എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രകൃതിയുടെയും അതുപോലെ മനുഷ്യരുടെയും ഭംഗിയെയും വ്യത്യസ്തതയും എന്താ പറയുക, സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് വാഴ്ത്തപ്പെടുകയാണ് ഈ പോയത്തിലൂടെ കവി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ 5,
വാട്ട് കളേഴ്സ് ഡസ് ദ സ്പീക്കർ സീ ഓൺ ദ ബീച്ച്? ബീച്ചിൽ കാണുന്ന കളേഴ്സ് എന്തൊക്കെയാണെന്നാണ് സ്പീക്കർ പറഞ്ഞിട്ടുള്ളത്, ഈ പോയറ്റ് പറഞ്ഞിട്ടുള്ളത്? ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കളേഴ്സ് ഓഫ് സ്റ്റോൺ. കല്ലുകളുടെ ഗ്രീനും അതുപോലെ സ്റ്റോൺസിന്റെ ബ്ലാക്ക് കളറും. Question 6. What things described in the song attract you the most? Why? ഈ പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്ത എന്ത് കാര്യമാണ് നിങ്ങളെ കൂടുതലായിട്ട് ആകർഷിച്ചത്, എന്തുകൊണ്ട്? In this poem, the poet says about diversity. ഈ പോയത്തിൽ ഡൈവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ് കവി പറഞ്ഞിട്ടുള്ളത്. എസ്പെഷ്യലി കളർ ഡൈവേഴ്സിറ്റി ഓഫ് ഹ്യൂമൻ, പ്രത്യേകിച്ച് മനുഷ്യരുടെ നിറത്തിലുള്ള ഡൈവേഴ്സിറ്റിയെ കുറിച്ച്. ഷീ റിയലി ലവ്സ് ദാറ്റ് ഡൈവേഴ്സിറ്റി ആസ് ഷീ ലവ്സ് ദ എർത്ത്. അപ്പോൾ ഭൂമിയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ മനുഷ്യരുടെ നിറങ്ങളിലുള്ള ഈ വ്യത്യസ്തതയെയും പോയറ്റ് സ്നേഹിക്കുന്നുണ്ട്. എർത്ത് ഈസ് ബ്യൂട്ടിഫുൾ ബിക്കോസ് ഇറ്റ് ഹാസ് മെനി ഡിഫറെൻറ്റ് കളേഴ്സ്. ഭൂമിക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് നിറങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഭൂമിയെ കാണാൻ ഇത്ര ഭംഗി. ലൈക്ക് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആർ ഓൾസോ ബ്യൂട്ടിഫുൾ സിൻസ് ദേ ഹാവ് ഡൈവേഴ്സിറ്റി ഇൻ കളേഴ്സ്. അതുപോലെ തന്നെ മനുഷ്യരിലും വ്യത്യസ്ത നിറങ്ങളുള്ളത് കൊണ്ടാണ് മനുഷ്യരെയും ഇത്രയ്ക്ക് ഭംഗി കാണാൻ എന്നാണ് പോയറ്റ് ഈ കവിതയിലൂടെ പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു കാര്യമാണ് എന്നെ ഇതിൽ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്തത്. ഇനി താഴെ തന്നിട്ടുള്ള ആക്ടിവിറ്റീസ് നോക്കൂ. ആക്ടിവിറ്റി 1. ലിസ്റ്റ് ഔട്ട് ദ കളേഴ്സ് മെൻഷൻഡ് ഇൻ ദ സോങ് ദ കളേഴ്സ് ഓഫ് എർത്ത്. ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ള ദ കളേഴ്സ് ഓഫ് എർത്ത് എന്നുള്ള പോയത്തിൽ പറഞ്ഞിട്ടുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള കളറുകൾ ഏതൊക്കെയാണെന്നാണ്. ചെസ്നട്ടിൻ്റെ കളർ പറഞ്ഞിട്ടുണ്ട്. ടോപ്പസിൻ്റെ കളർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്കൈയുടെ ബ്ലൂ കളർ പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻ, ഗ്രേ, ബ്രൗൺ, കോൺ, വീറ്റ്, ബ്ലാക്ക്, പർപ്പിൾ, ഓറഞ്ച് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ പോയത്തിൽ. അതെല്ലാം എഴുതി കൊടുക്കാം. Question 2. Nature is full of beautiful colors that inspires us. Each shade reflects the world around us. അപ്പോൾ പ്രകൃതിയിൽ നമ്മളെ ആകർഷിക്കുന്ന ഒരുപാട് കളറുകളുണ്ട് അല്ലേ? എല്ലാ കളറും എന്താണ്? നമ്മളുടെ ലോകത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള വേൾഡിൻ്റെ ഭംഗിയെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. Question A. There are some colors that go with fruits. Add a few more. ചിലത് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ പേരുമായിട്ട് ഫ്രൂട്ട്സ് പോലെയുള്ള കളറുകളുണ്ട്. ചില ഫ്രൂട്ട്സിൻ്റെ കളറുകൾ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ ആ കളറുകൾ എഴുതാനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ലൈക്ക് ആപ്പിൾ റെഡ്, ബനാന യെല്ലോ, ലെമൺ യെല്ലോ, പീച്ച് ഓറഞ്ച്, കിവി ഗ്രീൻ, ഗ്രേപ്പ് വയലറ്റ്, മാംഗോ ഓറഞ്ച്, മസ്റ്റർഡ് യെല്ലോ, ചെറി റെഡ് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ. സം കളേഴ്സ് ക്യാൻ ബി പെയർഡ് വിത്ത് ഒബ്ജക്ട്സ് ഓർ നാച്ചുറൽ ഫിനോമിന. റൈറ്റ് എ ഫ്യൂ മോർ. ചില കളറുകൾ നമുക്ക് എങ്ങനെ പെയർ ചെയ്യാം? പ്രകൃതിയിലുള്ള ഒബ്ജക്ട്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ നാച്ചുറൽ ഫിനോമിന വെച്ചിട്ടോ ഒക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള കളറുകളാണ് സ്കൈ ബ്ലൂ, സൺസെറ്റ് ഓറഞ്ച്, സ്നോ വൈറ്റ്, ഓഷ്യൻ ബ്ലൂ, ഗ്രാസ് ഗ്രീൻ, സൺഷൈൻ യെല്ലോ, റൂബി റെഡ്, നൈറ്റ് ബ്ലാക്ക് തുടങ്ങിയവ. ഇതിലുള്ള സി ക്വസ്റ്റ്യൻ. എ ഫ്യൂ കളേഴ്സ് ആർ പെയർഡ് വിത്ത് ഫുഡ് ഐറ്റംസ്. ഗിവ് മോർ എക്സാമ്പിൾ. ചിലത് ഫുഡ് ഐറ്റംസിൻ്റെ കളറിൽ നമ്മൾ പറയാറുണ്ട്. ലൈക്ക് ചോക്ലേറ്റ് ബ്രൗൺ, ടൊമാറ്റോ റെഡ്, സ്പിനാച്ച് ഗ്രീൻ, സ്ട്രോബെറി റെഡ്, കോഫി ബ്രൗൺ, മിൽക്ക് വൈറ്റ്, ടേമറിക് യെല്ലോ, മസ്റ്റർഡ് യെല്ലോ, എഗ് വൈറ്റ്, മിൻറ്റ് ഗ്രീൻ, എഗ് യോക്ക് യെല്ലോ തുടങ്ങിയവയെല്ലാം. ഇനി ക്വസ്റ്റ്യൻ 3 അല്ലെങ്കിൽ ആക്ടിവിറ്റി 3. റീഡ് ദ ലൈൻസ് ബിലോ. The green and the grey of the sea rolling by and the dazzling brown river in the morning. നമുക്കിതിൽ ഈ പോയത്തിൽ പറഞ്ഞിട്ടുള്ള 2 ലൈൻസ് ആണല്ലേ അത്. ക്വസ്റ്റ്യൻ എ. ഫൈൻഡ് ഔട്ട് ദ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓഫ് ദ ഒബ്ജക്ട്സ് ഓർ നാച്ചുറൽ ഫിനോമിന. ഇതിൽ പറഞ്ഞിട്ടുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സ്, ഒരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് അല്ലെങ്കിൽ നാച്ചുറൽ ഫിനോമിനയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഗ്രീൻ ആൻഡ് ഗ്രേ സീ, അതൊരു ഡിസ്ക്രൈബിംഗ് വേർഡാണ്. സീയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് ഡാസ്ലിംഗ് റിവർ. റിവറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് ഡാസ്ലിംഗ്, മിന്നിത്തിളങ്ങുന്ന എന്നൊക്കെയല്ല. ക്വസ്റ്റ്യൻ ബി. ഫൈൻഡ് സിമിലർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓഫ് ദ ഒബ്ജക്ട്സ് ഓർ നാച്ചുറൽ ഫിനോമിന ഫ്രം ദ സോങ്. ഈ സോങ്ങിൽ നിന്ന് ഇത്തരത്തിലുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ്. അത് ബ്ലാക്ക് അല്ലെങ്കിൽ ട്രീയെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ്. ഡാപ്പിൾഡ് ബ്രൗൺ ഫോൺ, പർപ്പിൾ എഗ് പ്ലാന്റ്, ഓറഞ്ച് പീച്ച്, ബ്ലാക്ക് സ്റ്റോൺസ്, ഗ്രീൻ സ്റ്റോൺസ് ഇതെല്ലാം അതിന് എക്സാമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ സി. റൈറ്റ് സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ യൂസിങ് ദ വേർഡ്സ് യു ഹാവ് ഫൗണ്ട് ഔട്ട്. ഇനി നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള വേർഡ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ എഴുതാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഐ വാസ് വാക്കിംഗ് ബൈ എ സൺകിസ്ഡ് ബിൽഡിംഗ്. സൺകിസ്ഡ് എന്നുള്ള വേർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അത് ആ സെൻറ്റൻസ്. ഐ വാസ് വാക്കിംഗ് ബൈ എ സൺകിസ്ഡ് ബിൽഡിംഗ്. ദ ഗ്രീൻ ഓഫ് ദെയർ യൂണിഫോം വാസ് ഡാസ്ലിംഗ്. ഓക്കെ, അതും ഒരു എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം? ഐ ഫൗണ്ട് എ ഡാപ്പിൾഡ് ബ്രൗൺ ഡോഗ് ഇൻ ദ യാർഡ്.
I brought a purple eggplant to eat. The girl looks like an orange peach. Those black stones in the aquarium stolen my heart. The green stones in the garden looks beautiful. ഇതെല്ലാം നിങ്ങൾക്ക് എഴുതി കൊടുക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക. ആക്ടിവിറ്റി 4 ക്വസ്റ്റ്യൻ എ. വിച്ച് കളർ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? ഐ ലൈക്ക് റെഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാൻ റെഡ് ആണ് എഴുതിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ബി. റൈറ്റ് ദ നെയിംസ് ഓഫ് ആസ് മെനി കളേഴ്സ് ആസ് പോസിബിൾ യു ക്യാൻ തിങ്ക് ഓഫ്. നിങ്ങൾക്ക് അറിയാവുന്ന എത്ര കളറുകളുണ്ടോ അത്രയും കളറുകളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. റെഡ്, ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ്, ബ്രൗൺ, യെല്ലോ, ഗ്രേ, പർപ്പിൾ, ഇൻഡിഗോ, ഓറഞ്ച് എക്സെട്ര. ഓക്കെ. ക്വസ്റ്റ്യൻ സി. സിറ്റ് ഇൻ ദ ഗ്രൂപ്സ് ആൻഡ് ഫൈൻഡ് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഫ്രം magazines, newspapers, or old calendars. Design a chart to showcase your colorful work. Each group can add a creative title to their chart and present it in the class, explaining why you picked each item. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന അത്രയും നിറങ്ങൾ ശേഖരിക്കുക. മാഗസിനിൽ നിന്ന്, ന്യൂസ് പേപ്പേഴ്സിൽ നിന്ന്, കലണ്ടറുകളിൽ നിന്നൊക്കെയുള്ള നിറങ്ങൾ ശേഖരിക്കുക. എന്നിട്ട് ചാർട്ടിൽ ഡിസൈൻ ചെയ്തിട്ട് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രദർശിപ്പിച്ചാൽ മാത്രം പോരാ, നിങ്ങളത് ആ കളർ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത് എന്നുള്ളതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി വർക്കാണ് അത് അവിടെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ക്ലാസ്സിൽ ചെയ്ത് നോക്കാവുന്നതാണ്, എഴുതാനൊന്നുമില്ല. ആക്ടിവിറ്റി 5. choreograph the song in the class or school auditorium. കൺസിഡർ ദിസ് പോയിന്റ്സ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള പോയം ഉണ്ടല്ലോ, ആ പോയം നിങ്ങളോട് ഒരു കൊറിയോഗ്രാഫി ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡാൻസിന് കൊറിയോഗ്രാഫ് ചെയ്യുക, എന്നിട്ട് അത് കളിക്കുക. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാം. കീപ്പ് ഇറ്റ് സിമ്പിൾ ആയിരിക്കണം. മേക്ക് ഇറ്റ് ഫൺ, രസകരമായിരിക്കണം. യൂസ് മാസ്ക്സ് ഫ്രം ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, വ്യത്യസ്ത കൾച്ചറുകളിലുള്ള മാസ്കുകൾ യൂസ് ചെയ്യാം. ഡിസൈൻ സ്റ്റെപ്സ് ദാറ്റ് എവ്രി വൺ ക്യാൻ ഡു, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റെപ്സ് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്, എഴുതാനായിട്ടുള്ള വർക്ക്സൊക്കെ. ചാപ്റ്ററും പോയും അതുപോലെ തന്നെ അതിൻ്റെ ആശയവും പിന്നെ അതിൽ ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിനെ വീണ്ടും. താങ്ക് യു.